അണയൂ വേഗമണയൂ സുതരാം ദൈവജനമേ, ചേരാം പങ്കുചേരാം സ്നേഹം വഴിയുമീ ബലിയിൽ. അണയൂ വേഗമണയൂ സുതരാം ദൈവജനമേ, ചേരാം പങ്കുചേരാം സ്നേഹം വഴിയുമീ ബലിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടി. ക്രിസ്തുവിൽ ഇത്രയും സ്നേഹമുള്ളവർ, ഇന്ന് നാം തിരുസഭയുടെ ആരാധനാക്രമത്തിൽ ആണ്ടുവട്ടത്തിൻ്റെ 17-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ ദിവ്യബലി അർപ്പണവും ക്രിസ്തുനാഥൻ കാൽവരി മലമുകളിൽ തൻ്റെ ജീവൻ സ്വയം സമർപ്പിച്ചതിൻ്റെ ഓർമ്മയാചരണമാണ്. അതോടൊപ്പം നമ്മുടെയും ജീവിതത്തെ ഒരു ബലിവസ്തുവായി ദൈവപുത്രനായ ക്രിസ്തുവിന് സമർപ്പിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ചും ഈ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകമെമ്പാടും രോഗികളായി കഴിയുന്ന എല്ലാവരെയും ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയും വേഗം രോഗവിമുക്തരായി സ്വന്തം ഭവനങ്ങളിലേക്ക് തിരികെ എത്തുവാൻ അവർക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഈ ദിവ്യബലി മധ്യേ പ്രത്യേകമാം വിധം ദൈവപുത്രനായ ക്രിസ്തുവിനോട് യാചിക്കാം. പ്രത്യേകിച്ചും ഓരോരുത്തരും ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ പരിശ്രമിക്കുന്ന എല്ലാവർക്കും ദൈവകാരുണ്യം അനുഭവവേദ്യമാകട്ടെ എന്നും ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം. ഈ ബലി ഭക്തിപൂർവം അർപ്പിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ കുറ്റങ്ങളും കുറവുകളും ഏറ്റുപറന്ന് മനസ്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ദീക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ തിരുമേനിയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്തു നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം
ദൈവമേ നാഥനമങ്ങൈ വാഴ്ത്തുന്നു ഏകാത്മജാദേവസൂനുവേ കർത്താവാം യേശു ക്രിസ്തുവേ ദൈവമേ കർത്താവമങ്ങൈ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നീർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനീശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവ് തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേശുവേ അങ്ങ് മാത്രം പരിപാവനൻ അങ്ങ് ദൈവനാം ആരാധനം അങ്ങ് മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നവരുടെ സംരക്ഷകനായ ദൈവമേ, അങ്ങയെ കൂടാതെ ഒന്നും സാധ്യമല്ല, വിശുദ്ധവുമല്ല. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ വർദ്ധമാനമാക്കണമേ. അങ്ങനെ നിയന്താവും നായകനുമായ അങ്ങ് വഴി ഇപ്പോൾ നശ്വരമായ നന്മകൾ ഉപയോഗിക്കുന്നത് പോലെ അനശ്വരമായവയും മുറുകെ പിടിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്നു ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഒരു രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്കെന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. സോളമൻ പറഞ്ഞു, എൻ്റെ ദൈവമായ കർത്താവേ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസൻ നൽകിയാലും. സോളമൻ്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിനു വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരുമുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കർത്താവിൻ്റെ വചനം. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു.
ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. കർത്താവെ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. ഈ ദാസന് അങ്ങ് നൽകിയ വാഗ്ദാനം അനുസരിച്ച് അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം. കർത്താവെ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ സ്വർണത്തെയും തങ്കത്തെയും കാളധികം സ്നേഹിക്കുന്നു. ആകയാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് എൻ്റെ പാദങ്ങളെ നയിക്കുന്നത്. കപടമാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു. കർത്താവെ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിസ്മയാവഹമാണ്, ഞാൻ അവ പാലിക്കുന്നു. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പകരുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. കർത്താവെ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: പ്രിയ സഹോദരരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദിജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവും നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാതരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങളിതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. അവർ ഉത്തരം പറഞ്ഞു.
അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞരും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. സ്നേഹബഹുമാനമുള്ള ബെബൻസൻ അച്ച, ക്ലീറ്റസ് അച്ച, എത്രയും സ്നേഹമുള്ള ദൈവജനങ്ങളെ, യഥാർത്ഥ സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തിക്ക്, യഥാർത്ഥ സന്തോഷം അന്വേഷിക്കുന്ന വ്യക്തിക്ക് ഇന്നെൻ്റെ സുവിശേഷത്തിലെ ആദ്യ ഉപമ വലിയൊരു സദ്വാർത്തയാണ്. പണ്ടുകാലങ്ങളിൽ ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് മണിയോ ഡിജിറ്റൽ സംവിധാനങ്ങളോ ലോക്കറുകളോ ബാങ്കുകളോ ഇല്ലാതിരുന്ന സമയം പണവും പണ്ടവും ഉരുവും ഉരുപ്പടികളും ഏറ്റവും സുരക്ഷിതമായി ഭദ്രമായി സൂക്ഷിക്കുവാൻ പണ്ടത്തെ ജനത കണ്ടെത്തിയ മാർഗം അതിനെ ആർക്കും കണ്ടുപിടിക്കുവാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ കുഴിച്ചിടുക എന്നുള്ളതാണ്. ഇസ്രായേൽ ദേശത്ത് ജനങ്ങൾ പണവും പണ്ടവും ഇപ്രകാരം നിലത്തിനടിയിൽ കുഴിച്ചിട്ട മാർഗമാണ് സ്വീകരിച്ചത്. പ്രധാനമായിട്ടും 3 കാരണങ്ങളാകാം അപ്രകാരം ചെയ്യുവാൻ അവരെ പ്രേരിപ്പിച്ചത്. ഇസ്രായേലിന് ചുറ്റും ശത്രു രാജ്യങ്ങളാണ്. ഈജിപ്തുകാരും ബാബിലോണിയക്കാരും അസീറിയക്കാരും. ശത്രുരാജ്യങ്ങളുടെ ആക്രമണം ഭയന്ന് ഒരുപക്ഷെ പണവും പണ്ടങ്ങളും ഉരുവും ഉരുപ്പടികളും ജനങ്ങൾ നിലത്തിനടിയിൽ കുഴിച്ചിട്ടിരിക്കാം. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ഇസ്രായേൽ ദേശത്ത് വൻ കവർച്ച സംഘങ്ങളുണ്ടായിരുന്നു. നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ യേശുനാഥൻ ഇപ്രകാരം ഒരു കവർച്ച സംഘത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കവർച്ച സംഘത്തിലെ ആളുകളാണ് സമറിയാക്കാരനെ അർത്ഥപ്രാണനാക്കിയിട്ടുകൊണ്ട് പോകുകയാണ്. ഈ കവർച്ചാ സംഘങ്ങളെ ഭയന്നും ജനങ്ങൾ തങ്ങളുടെ ഉരുവും ഉരുപ്പടികളും നിലത്തിനടിയിൽ കുഴിച്ചിട്ടിരുന്നു. മൂന്നാമതായിട്ട് സുരക്ഷ ഉറപ്പുവരുത്തേണ്ട സൈനികർ അല്ലെങ്കിൽ പട്ടാളക്കാർ തന്നെ പണവും പണ്ടങ്ങളും ജനങ്ങളിൽ നിന്നും സാധാരണ ജനങ്ങളിൽ നിന്നും കവർന്നിരുന്നു. ഈ കാരണങ്ങളാകാം മനുഷ്യരെ തങ്ങളുടെ എല്ലാമായിട്ടുള്ള പണവും പണ്ടവും നിലത്തിനടിയിൽ കുഴിച്ചിടുവാൻ പ്രേരിപ്പിച്ചത്. ഇപ്രകാരം നിലത്തിനടിയിൽ കുഴിച്ചിട്ട നിധി കണ്ടെത്തുന്ന മനുഷ്യൻ ആ വയൽ സ്വന്തമാക്കുവാൻ തനിക്കുള്ളത് മുഴുവനും വിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, വയൽ എന്ന് പറയുമ്പോൾ ദൈവരാജ്യമാണ്. അതിലെ നിധി എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവെന്നാണ് സഭാപിതാവായ ഇരണേവൂസ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നിധി കർത്താവായ യേശുക്രിസ്തുവാണെങ്കിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ മർത്തയുടെയും മറിയത്തിൻ്റെയും ആതിഥ്യത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ അവിടെ
നല്ല ഭാഗമെന്നുള്ള വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലെ നല്ല ഭാഗമെന്ന് പറയുന്നതും ദൈവമാണ്, കർത്താവ് യേശുവാണ്, യേശുനാഥ് നൽകുന്ന നിത്യജീവനാണ്, യേശു നൽകുന്ന രക്ഷയാണ് സൂചിപ്പിക്കുക. യേശുനാഥൻ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്: ഒന്ന് മാത്രമേ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളൂ, അത് നല്ല ഭാഗമാണ്, അത് വയലിലെ നിധിയാണ്. അതാണ് മറിയം തിരഞ്ഞെടുത്തത്. ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ മറിയത്തെ പോലെ നാം തിരഞ്ഞെടുക്കേണ്ടത് ദൈവത്തെ തന്നെയാണ്, നല്ല ഭാഗമായിട്ടുള്ള ദൈവത്തെ തന്നെയാണ്, നിധിയായിട്ടുള്ള ദൈവത്തെ തന്നെയാണ്. ദൈവം ഉള്ളിൽ വരുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. സക്കേബൂസ് കർത്താവായ ദൈവത്തെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ അവന് സന്തോഷമുണ്ടായെന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. സന്തോഷത്തിൽ മതിമറന്ന് അവൻ തനിക്കുള്ള സമ്പത്തിന്റെ പകുതി ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് പങ്കുവച്ച് നൽകുകയാണ്. വഞ്ചിച്ചെടുത്ത മുതൽ 4 ഇരട്ടിയായി തിരിച്ചു നൽകുകയാണ്. ദൈവത്തെ കണ്ടെത്തുമ്പോൾ ഈ ലോകത്തുള്ള സമ്പത്തും വ്യക്തികളും നമുക്ക് അപ്രസക്തമായി മാറുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഏറെ മനോഹരമായി പറയുന്നു: കർത്താവായ ക്രിസ്തുവിനെ പ്രതി സർവവും ഞാൻ നഷ്ടമായി കണക്കാക്കുകയാണ്, അതെനിക്ക് ഉച്ഛിഷ്ടം പോലെയാണ്. ദൈവമായിട്ടുള്ള കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. കാരണം അവന് മാത്രമേ നിത്യരക്ഷ നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ധനികനായ യുവാവാകട്ടെ, ദൈവത്തെ തിരസ്കരിക്കുമ്പോൾ അവൻ ദുഃഖിതനായി മടങ്ങിപ്പോയെന്നാണ് സുവിശേഷത്തിൽ നാം വായിക്കുക. യഥാർത്ഥ സന്തോഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുനാഥൻ പറഞ്ഞതുപോലെ ഒന്ന് മാത്രമേ നാം സ്വന്തമാക്കേണ്ടതായിട്ടുള്ളൂ, അത് ദൈവമാണ്, കർത്താവായ യേശുവാണ്. അവൻ നൽകുന്ന നിത്യജീവനാണ്, അവൻ നൽകുന്ന രക്ഷയാണ്. ഒരിക്കൽ ഒരു മഹർഷി തൻ്റെ 2 പത്നിമാരെയും അടുത്ത് വിളിച്ച് തനിക്കുള്ള സ്വത്ത് മുഴുവനും 2ആയി ഭാഗിച്ചു നൽകി. ഒരുവൾ മഹർഷിയോട് ചോദിച്ചു: ഗുരു, ഈ സ്വത്ത് എനിക്ക് അമരത്വം അല്ലെങ്കിൽ നിത്യജീവൻ പ്രദാനം ചെയ്യുമോ? മഹർഷി ഉത്തരം പറഞ്ഞു: സ്വത്ത് ഒരിക്കലും നിത്യജീവൻ നൽകുന്നില്ല. ഈ സ്വത്ത് നൽകിയ ദാതാവുണ്ട്, ദൈവം. അവന് മാത്രമേ അമരത്വം അല്ലെങ്കിൽ നിത്യജീവൻ നൽകുവാൻ സാധിക്കുകയുള്ളൂ. നിത്യജീവൻ നൽകുന്ന ദൈവത്തെ സ്വന്തമാക്കുവാനാണ് ഇന്നെൻ്റെ സുവിശേഷത്തിലെ ആദ്യ 2 ഉപമകളും നമ്മെ ഉദ്ബോധിപ്പിക്കുക. സുവിശേഷ ആഹ്വാനമനുസരിച്ച് ദൈവത്തെ സ്വന്തമാക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സൃഷ്ടിയുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും പിതാവായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് നിശ്ചയമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവായ സത്യദൈവമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി
പരിശുദ്ധാത്മാവാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരുടെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഏൽപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കുന്ന നാം എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്നും ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ അതിരൂപത മെത്രാപ്പോലിത്ത സൂസപാക്യം പിതാവിനെയും സഹായമെത്രാൻ ക്രിസ്തുദാസ് പിതാവിനെയും ഞങ്ങളുടെ ഇടവക വികാരിയായ ബഹുമാനപ്പെട്ട ഡൈസൺ അച്ഛനെയും നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാനെത്തിയ ക്ലീറ്റസ് വിൻസെൻ്റ് അച്ഛനെയും ബെവൻസൺ അച്ഛനെയും എല്ലാ വൈദികരെയും സന്യാസികളെയും അനുഗ്രഹിക്കണമേ. അൾത്താരയിൽ മുറിയപ്പെടുന്ന യേശു ശരീരത്തിൻ്റെ ഭാഗമായി സഭാഗാത്രത്തിൻ്റെ വളർച്ചയ്ക്കായി സ്വയം മുറിയാനും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വക്താക്കളായി മാറാനും ആവശ്യമായ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല സൃഷ്ടികളുടെയും അതിനാഥനായ ദൈവമേ, പ്രകൃതിക്ഷോഭങ്ങളാലും കോവിഡ് മഹാമാരിയാലും വേദനിക്കുന്ന അങ്ങേ മക്കളോട് കരുണ തോന്നണമേ. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അങ്ങേ ദിവ്യമായ സമാധാനവും പ്രത്യാശയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, മനുഷ്യ മനസ്സുകളിലെ ഭിന്നതകൾ നീക്കി യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും സമത്വത്തിലേക്കും നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടൊത്ത് വിനയത്തിൽ ചരിക്കുക എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമായ കുടുംബങ്ങളോടൊത്തായിരിക്കുന്നതാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കുടുംബാംഗങ്ങളോടൊത്ത് ആയിരിക്കാനും അങ്ങേ ദിവ്യസ്നേഹം പങ്കുവയ്ക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണമടഞ്ഞ എല്ലാ പേർക്കും ഞങ്ങളുടെ അങ്ങയുടെ തിരുമുഖം കാണുവാനുള്ള വലിയ കൃപ ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടു കൂടെ അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതാപൂർവം അവർ യാചിക്കുന്നത് സദാസന്നദ്ധതയാർന്ന അങ്ങേ ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. വേദിയിലെന്നെ സമ്പൂർണമായി നൽകുന്നിത അലിവോടെ സ്നേഹയാൽ തിരുബലിയാൽ മാറ്റിയിടണേ.
കഴുകിയിടുവാൻ, തിരുരക്തത്താൽ എന്നെ കഴുകിയിടുവാൻ. തിരുവോസ്തിയായി എന്നെ കഴുകിയിടുവാൻ, തിരുരക്തത്താൽ എന്നെ കഴുകിയിടുവാൻ. അപ്പവും വീഞ്ഞുമായി ഞാനിതാ അണയുന്നു സാദരം നിന്നിൽ. അപ്പവും വീഞ്ഞുമായി ഞാനിതാ അണയുന്നു സാദരം നിന്നിൽ. സ്വീകരിക്കും സ്നേഹനാഥ, തൃക്കൈകളിൽ ജീവയാഗം യോഗ്യമാകുവാൻ, യോഗ്യമാകുവാൻ നിൻ കൈകളിൽ എന്നെ ഇടുന്നു. സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിനോ സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾ അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൃപയുടെ ശക്തമായ പ്രവർത്തനങ്ങളാൽ ഈ പരമപരിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഇഹലോക ജീവിത രീതികൾ വിശുദ്ധീകരിക്കുകയും നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതമാലപിച്ചു ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും ഇന്ദ്രനും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും സ്തുതിയർഹനുമാകുന്നു. ജീവിതയാത്രയിൽ അങ്ങെന്നും അവരുടെ കൂടെയുണ്ട്. സത്യമായും അങ്ങേ അനുഗ്രഹീതനായ പുത്രൻ തൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണ്. ഒരിക്കൽ ശിഷ്യന്മാർക്കെന്ന പോലെ ഞങ്ങൾക്കും അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ തുറക്കുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്നു. ആകയാൽ പരമകാരുണികനായ പിതാവേ, കാഴ്ചവസ്തുക്കളായി അപ്പവും വീഞ്ഞും പവിത്രീകരിക്കാൻ
അങ്ങേ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡ സഹിച്ചതിൻ്റെ തലേന്നാൾ അന്ത്യത്താഴ രാത്രിയിൽ അപ്പമെടുത്തു ആശീർവദിച്ചു, മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം ആ സായാഹ്നത്തിൽ തന്നെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം കരങ്ങളിലെടുത്തു അങ്ങേ കരുണ പ്രകീർത്തിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും വഴി അങ്ങ് ഉത്ഥാനത്തിൻ്റെ മഹിമയിലേക്ക് ആനയിക്കുകയും അങ്ങേ വലത്തുഭാഗത്തിരുത്തുകയും ചെയ്ത് അവിടുത്തെ അനുസ്മരിച്ചു. അങ്ങേ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് വരുന്നതുവരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ജീവൻ്റെ അപ്പവും അനുഗ്രഹത്തിൻ്റെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പെസഹാ ബലിയായി ഞങ്ങൾക്ക് നൽകപ്പെട്ടതും ഞങ്ങൾ സമർപ്പിക്കുന്നതുമായ അങ്ങേ സഭയുടെ യാഗദ്രവ്യം കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേ സ്നേഹാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങേ പുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിത്യതയുടെ ദിനത്തിലും എണ്ണപ്പെടാൻ അങ്ങിടയാക്കണമേ. അതിനാൽ കർത്താവേ, അങ്ങേ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടപ്പെട്ട് ഞങ്ങളെ ഐക്യത്തിൽ ഉറപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ സുസിപ്പാക്കി മെത്രാനോടും സഹായം മെത്രാൻ ക്രിസ്തുദാസിനോടും എല്ലാ മെത്രാന്മാരോടും വൈദികരോടും ഡീക്കന്മാരോടും അങ്ങേ സമസ്ത ജനത്തോടും ചേർന്ന് വിശ്വാസത്തിലും പ്രത്യാശയിലും അങ്ങേ വഴികളിലൂടെ ചരിച്ചുകൊണ്ട് ലോകത്തിൽ സന്തോഷവും ആത്മവിശ്വാസവും ചൊരിയാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇഹലോക തീർത്ഥാടനത്തിന് ശേഷം നിത്യഭവനത്തിൽ എത്തിച്ചേരാൻ ഞങ്ങളെയും അനുവദിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങയോട് കൂടി നിത്യമായി വസിക്കുകയും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അപ്പോസ്തലന്മാരോടും രക്തസാക്ഷികളോടും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഒന്നു ചേർന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താനാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്നു അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്തു അങ്ങേ തിരുവുളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങേനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ
എന്നെ അനുവദിക്കരുതേ. ആമേൻ. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തത് സ്നേഹബഹുമാനമുള്ള ബെബിൻസൺ അച്ഛനും ക്ലീറ്റസ് അച്ഛനുമാണല്ലോ. ദൈവം അവരെ തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ഒപ്പം ഹൃദ്യമായിട്ടുള്ള നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ദിവ്യബലി കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരുമണിക്കൂർ ആരാധന ഉണ്ടായിരിക്കുന്ന കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ആശീർവാദത്തിനായി നാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ നിത്യസ്മാരകമായ ദിവ്യകുദാശ ഞങ്ങൾ സ്വീകരിച്ചു. അവർണ്ണനീയമായ സ്നേഹത്താൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മോക്ഷകവാടം തുറക്കും രക്ഷാകരമാം ഓസ്തി ശത്രുവിൻ അണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രം ഉണ്ടായിടണം. സ്വർഗത്തിൽ അങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നമുക്ക് ഏറ്റുചൊല്ലാം. ദൈവമേ, ദൈവമേ, എൻ്റെ എൻ്റെ കണ്ണുകൾ കണ്ണുകൾ തുറക്കണമേ. തുറക്കണമേ. ഞാൻ അങ്ങയെ കാണട്ടെ. ദൈവമേ, എൻ്റെ കാതുകൾ തുറക്കണമേ. ഞാൻ അങ്ങയെ കേൾക്കട്ടെ. ദൈവമേ, എൻ്റെ ഹൃദയം തുറക്കണമേ. ഞാൻ അങ്ങയെ സ്നേഹിക്കട്ടെ. ദൈവമേ, എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഞാൻ അങ്ങയെ കാണട്ടെ. ദൈവമേ, എൻ്റെ കാതുകൾ തുറക്കണമേ. ഞാൻ അങ്ങയെ കേൾക്കട്ടെ. ദൈവമേ, എൻ്റെ ഹൃദയം തുറക്കണമേ. ഞാൻ അങ്ങയെ
സ്നേഹിക്കട്ടെ. സ്നേഹിക്കട്ടെ. ദൈവമേ, എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഞാൻ അങ്ങയെ കാണട്ടെ. ദൈവമേ, എൻ്റെ കാതുകൾ തുറക്കണമേ. ഞാൻ അങ്ങയെ കേൾക്കട്ടെ. ദൈവമേ, എൻ്റെ ഹൃദയം തുറക്കണമേ. ഞാൻ അങ്ങയെ സ്നേഹിക്കട്ടെ. ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും ദൈവത്തെ സ്നേഹിക്കുവാനും നമുക്ക് വേണ്ടി അപ്പത്തിൻ്റെ രൂപത്തിൽ ദൈവം എഴുന്നള്ളിയിരിക്കുകയാണ്. ആ ദൈവത്തെ നമ്മുടെ ആന്തരിക നേത്രം കൊണ്ട് നമുക്ക് കാണാം. ആ ദൈവത്തെ നാം കേൾക്കാം. ആ ദൈവത്തെ നാം സ്നേഹിക്കാം. നമ്മുടെ ഓരോ അലച്ചിലും അവിടുന്ന് ഗൗരവമായി എടുക്കുന്നുണ്ട്. നമ്മുടെ ദുഃഖത്തിൻ്റെ ഓരോ കണ്ണുനീർ തുള്ളിയും അവിടുന്ന് കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ട്. നമ്മെ പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും അറിയുന്ന ദൈവമാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ചുരുങ്ങി അപ്പമായി മാറി ഇതാ നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. ആ ദൈവത്തെ നാം ആരാധിക്കാം. ആ ദൈവത്തെ നാം സ്തുതിക്കാം. ആ ദൈവത്തിന് നാം നന്ദി അർപ്പിക്കാം. നമ്മെ തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമാണ് നമുക്ക് വേണ്ടി അപ്പമായി മാറി ഇതാ നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മുന്നിൽ അല്പസമയം മൗനമായിരിക്കാം. കാരണം ഹൃദയത്തിൻ്റെ മൗനത്തിലാണല്ലോ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ സാധിക്കുക. നമ്മുടെ അകക്കണ്ണ് തുറന്ന് നാം അവിടുത്തെ കാണാം. ദൈവവചനം ഇപ്രകാരം പറയുന്നു: അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. നാം അവിടുത്തെ നോക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പ്രകാശത്താൽ ജ്വലിക്കുന്ന വ്യക്തികളായിരിക്കും. അവൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണല്ലോ. ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ അവൻ്റെ വചനങ്ങൾ, വാക്കുകൾ ശ്രവിക്കാം. അവനെ കണ്ടുകൊണ്ട് നാം പ്രകാശിതരായി മാറാം. ഹൃദയം തുറന്ന് അവിടുത്തെ വരവേൽക്കാം. നമ്മുടെ യഥാർത്ഥ സന്തോഷം കർത്താവായ യേശുവാണല്ലോ. അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ ജനനസമയത്ത് മാലാഖ ഇപ്രകാരം അറിയിച്ചത്: ഇതാ ഞാൻ നിങ്ങൾക്ക് വലിയൊരു സദ്വാർത്ത അറിയിക്കുന്നു, വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ യേശു ദാവീദിന്റെ പട്ടം ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. യഥാർത്ഥ സന്തോഷം യേശുവാണെന്നാണല്ലോ മാലാഖ വെളിപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം പറയുന്നു: അവനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷഭരിതരായി.
നമ്മളും സന്തോഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ നമുക്ക് കാണാം, അവനെ നമുക്ക് കേൾക്കാം, അവനെ നമുക്ക് സ്നേഹിക്കാം. നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ ആശീർവദിക്കുന്ന, കൃപകളാൽ നമ്മെ സമ്പന്നമാക്കുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുക. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാൻ ഞങ്ങൾ അയോഗ്യരാണ്, അനർഹരാണ്, ഞങ്ങൾ ബലഹീന പാത്രങ്ങളാണ്. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അങ്ങിടയനായുള്ളപ്പോൾ ഒന്നിനെ കണ്ട് ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ലല്ലോ. അങ്ങ് കൂടെയുള്ളത് ഞങ്ങൾക്ക് ശക്തിയും കരുത്തുമാണല്ലോ. നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അല്പസമയം മൗനമായിരിക്കാം. മൗനമായിരുന്നു കൊണ്ട് നിശബ്ദതയിൽ ദൈവമായി നമുക്ക് സംഭാഷിക്കാം. അവിടുന്ന് പറയും നമുക്ക് കേൾക്കാം, അവിടുത്തെ നമുക്ക് നോക്കാം, അവിടുത്തെ നമുക്ക് സ്നേഹിക്കാം. നമ്മെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ആകയാൽ നിശബ്ദമായിരുന്നു കൊണ്ട് ദൈവത്തെ കാണുകയും കേൾക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം. അപ്പമായി ഇന്നീയൽ താരേ വന്നുവാഴും സ്വർഗരാജനീശ് അപ്പമായി ഇന്നീയൽ താരേ വന്നുവാഴും സ്വർഗരാജനീശ് ധന്യമാമീ വേള പുണ്യമായി നീ ഞങ്ങളിൽ വാവാ അപ്പമായി ഇന്നീയൽ താരേ വന്നുവാഴും
സ്വർഗരാജനീശു. ആധിയും വ്യാധികളുമേറും ഭാരങ്ങളേറെ അലട്ടിയിടും ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. ആദിയും വ്യാധികളുമേറും ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. അപ്പമായി ഇന്നീയൽ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശു. അപ്പമായി ഇന്നീയൽ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശു. അന്ധനായ ബർത്തിമേസിനോട് ചോദിച്ച അതേ ചോദ്യം അവർ നമ്മോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുക? ഓരോ വ്യക്തിയോടും ഈശോനാഥൻ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ബർത്തിമോസ് ഉത്തരം പറഞ്ഞു, എനിക്ക് കാഴ്ച ലഭിക്കണം, ഞാൻ അന്ധനാണ്. സ്നേഹമുള്ളവരെ, നമ്മളും യേശുവിനോട് ചോദിക്കാം. അവിടെ നമ്മോട് ചോദിച്ച ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാം. ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നിനക്കെന്താണ് വേണ്ടതെന്നാണ് യേശു നമ്മോട് ചോദിക്കുക. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, നിനക്ക് രോഗസൗഖ്യമാണോ വേണ്ടത്? നിരാശയിൽ നിന്ന് മോചനമാണ് നിനക്ക് വേണ്ടത്? സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്നുമുള്ള മോചനമാണ് നീ ആഗ്രഹിക്കുന്നത്? നീ അനുഭവിക്കുന്ന മാനസിക വ്യതകളിൽ നിന്നുമുള്ള സ്വസ്ഥതയാണ് നീ ആഗ്രഹിക്കുക? നിനക്കെന്താണ് വേണ്ടതെന്നാണ് ഈശോ നമ്മോട് ചോദിക്കുക. സോളമൻ ദൈവത്തോട് ശത്രുസംഹാരമോ ദീർഘായുസ്സോ സൈന്യബലമോ രാജ്യത്തിൻ്റെ വിസ്തൃതിയോ സ്വത്തോ സുഖമോ അല്ല ചോദിക്കുക. വിവേകത്തോടുകൂടി നീതി നിർവഹണം നടത്തുവാൻ അനുഗ്രഹിക്കണമേ എന്നാണ് സോളമൻ യാചിച്ചത്. ദൈവം നീതി നിർവഹണത്തിനുള്ള വിവേകം നൽകി സോളമനെ അനുഗ്രഹിക്കുകയാണ്. നമുക്കും ദൈവത്തോട് യാചിക്കാം. നമുക്കെന്താണ് വേണ്ടതെന്ന് നാം ദൈവത്തോട്, നല്ല പിതാവിൻ്റെ സന്നിധിയിലേക്ക് നാം നമ്മുടെ ആവശ്യങ്ങൾ ഉയർത്താം. അവിടെ നമ്മെ ചെവിക്കൊള്ളും ദൈവമാണ്, യാചനകൾ കേൾക്കാത്ത ദൈവമല്ല. ഇസ്രായേൽ ജനത കഷ്ടത അനുഭവിച്ചപ്പോൾ അവർ ദീനരോധനം ദൈവത്തിങ്കിലേക്ക് ഉയർന്നപ്പോൾ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന് അവരെ ആശ്വസിപ്പിച്ച ദൈവമാണ് നമ്മുടെ മുന്നിൽ അപ്പമായി മാറി
നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഇതാ നമുക്ക് വേണ്ടി എഴുന്നള്ളിയിരിക്കുക. ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഹൃദയം തുറന്ന്, ഉള്ളു തുറന്ന് ദൈവത്തോട് ചോദിക്കാം. ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവൻ തുറക്കപ്പെടും, അന്വേഷിക്കുവൻ കണ്ടെത്തും, ചോദിക്കുന്ന ഏവനും നൽകപ്പെടുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണല്ലോ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ചോദിക്കാം. അവിടെ തന്നെ നമ്മോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? അവിടെ തന്നെയാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. മുപ്പത്തെട്ട് വർഷമായി ബത്സേദ കുളങ്കരയിൽ സൗഖ്യത്തിന് വേണ്ടി കാത്തിരുന്ന ആ മനുഷ്യനെ ഈശോ സന്ദർശിക്കുകയാണ്. ഈശോ അവനോട് ചോദിക്കുന്നു, സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? തളർവാദ രോഗി മാലാഖ വന്ന് വെള്ളമിളക്കുമ്പോൾ ആദ്യമായി എടുത്ത് ചാടുവാൻ സാധിക്കാതെ 38 വർഷമായി സൗഖ്യത്തിന് വേണ്ടി കാത്തുകിടക്കുന്ന ആ തളർവാദ രോഗിയുടെ അടുക്കലേക്ക് യേശുനാഥൻ വന്ന് അവനോട് ചോദിക്കുന്നു, നിനക്ക് സുഖം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ? സഹോദരരെ, നമ്മുടെ ആവശ്യങ്ങൾ അറിയാത്തവനല്ല ദൈവം. ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മോട് ചോദിക്കുന്നവനാണ് കർത്താവായ ഈശോ. 38 വർഷമായി നരകയാതന അനുഭവിച്ച് വേദനയുടെ സഹനത്തിന് തീച്ചുള്ളിടെ കടന്നുപോയ ആ മനുഷ്യന് സൗഖ്യം നൽകുവാൻ ഈശോ തന്നെയാണ് അവൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പതിനെട്ട് വർഷമായി അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാരണം കൂനിപ്പോയ സ്ത്രീയുടെ അടുക്കലേക്ക് ഈശോ അവൾക്ക് സൗഖ്യം നൽകുവാൻ മുന്നോട്ട് വരികയാണ്. അവളുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടമായിപ്പോയി, നിരാശയിൽ ആണ്ടുപോയി. എന്നാൽ ദൈവം അവളുടെ അടുക്കലേക്ക് വന്ന് അവൾക്ക് സൗഖ്യം നൽകുകയാണ്. 12 വർഷമായിട്ട് രക്തസ്രാവം കാരണം സമ്പത്ത് മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് സൗഖ്യം ലഭിക്കാതെ നിരാശയിൽ കഴിഞ്ഞിരുന്നപ്പോൾ യേശു കടന്നു പോകുന്ന വിവരമറിഞ്ഞ് അവൾ ഓടി വന്ന് അവൻ്റെ വസ്ത്രത്തിന് വിളുമ്പ് സ്പർശിക്കുകയാണ്. അവൾ അത്ഭുതകരമായി സുഖം പ്രാപിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ രോഗങ്ങൾ അറിഞ്ഞ് നമ്മുടെ അടുക്കലേക്ക് വരുന്നവനാണ് കർത്താവായ ഈശോ. രോഗസൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തേടി വന്ന് നമുക്ക് സൗഖ്യം നൽകുന്ന ആ ദിവ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകം മുഴുവനും കടന്നു പോകുന്ന ഈ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കുവാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടു കൂടിയുള്ള നമ്മുടെ പ്രാർത്ഥന ഫലം കണ്ടെത്തും. കണ്ണുനീരോടുകൂടി
ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ എത്രയോ ബന്ധുക്കൾ, ഞങ്ങളെ സഹോദരങ്ങൾ, വീട്ടുകാർ, മക്കൾ, ജീവിത പങ്കാളി, അയൽക്കാർ, സുഹൃത്തുക്കൾ ഈ മഹാമാരിയാൽ കഷ്ടപ്പെടുകയാണല്ലോ. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരം അവിടെ മേൽ നീട്ടണമേ. നമുക്ക് ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കാം. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ഗൗരവമായി കാണുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം. സൗഖ്യത്തിന് വേണ്ടി ഈശോയെ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. സൗഖ്യപ്പെടുത്തുന്ന അങ്ങയുടെ കരം ഞങ്ങളെ മേൽ സ്പർശിക്കുമാറാകട്ടെ എന്ന് ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് അതിരൂപതയിൽ തീരദേശ ജനത അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും അറുതി വരുത്തുവാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അനുഭവിക്കുന്ന എല്ലാ വേദനകളിലും കഷ്ടതകളിലും കർത്താവിൻ്റെ കരം അവിടെ കൂടെ ഉണ്ടായിരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിരൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കോവിഡ് രോഗികളെയും പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെയും ഈശോയുടെ സുഖപ്പെടുത്തുന്ന കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ അങ്ങയുടെ സഹായം എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. മറിയത്തിന്റെ ഹൃദയത്തിൽ തുളച്ചു കയറിയ ആ സഹനത്തിന്റെ വാള് ഞങ്ങളെ ഹൃദയങ്ങളെയും കീറി മുറിക്കുന്നുണ്ടല്ലോ. രോഗത്തിന്റെ രൂപത്തിൽ, സഹനത്തിന്റെ രൂപത്തിൽ, ദുരിതത്തിന്റെ രൂപത്തിൽ, യാതനകളുടെ രൂപത്തിൽ ഞങ്ങളും ഹൃദയം മുറിവേറ്റവരാണ്. ഈശോയെ, എല്ലാ സഹോദരങ്ങളെയും സൗഖ്യപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഈ മഹാമാരിയിൽ നിന്നും ഈ ലോകത്തെ സുഖപ്പെടുത്തണമേ. ഈശോയോട് നമുക്ക് അപേക്ഷിക്കാം, യാചിക്കാം. യാചനകൾക്ക് എപ്പോഴും ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. ഹെസക്കിയാസിന് രോഗം വന്നപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിൽ അനീതി പ്രവർത്തിച്ചിട്ടില്ലല്ലോ, ഞാൻ നിനക്കെതിരെ തിന്മകൾ ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് എനിക്ക് രോഗം? നീ മരിക്കുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ അവൻ പ്രാർത്ഥിച്ചു, ഉള്ളൊരുകി പ്രാർത്ഥിച്ചു, മനമൊരുകി പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തു. വീണ്ടും വർഷങ്ങളോളം ജീവിക്കുവാൻ ദൈവം ആയുസ് നീട്ടിക്കൊടുത്തു. സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തോട് നാം യാചിക്കാം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം,
ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാത എന്നും വെളിച്ചമാ നിന്നെ നയിക്കുന്ന ദൈവം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമാ നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ നീ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവനായകൻ ദൈവം. ഭയപ്പെടേണ്ട മകളേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകളേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം. ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ.
ലോകം മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകം മുഴുവനും കടന്നു പോകുന്ന ഈ മഹാമാരിയിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയം ഈ ലോകത്തിൻ്റെ ആ ദുരിതം മനസ്സിലാക്കി ഇത് ഭേദമാകുവാനുള്ള ദൈവികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നീ നിന്റെ ദൈവത്തിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കണം. ദൈവം പറയുന്നത് നീ കേൾക്കണം. ദൈവത്തിൻ്റെ വചനം കേട്ട് നിന്നിവേ നിവാസികൾ അവിടെ മേൽ വരുവാനിരുന്ന ആ ദുരിതത്തിൽ നിന്നും, ആ മഹാമാരിയിൽ നിന്നും, അനർത്ഥത്തിൽ നിന്നും ദൈവം അവരെ രക്ഷിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ സ്വരം യോനാ പ്രവാചകനിലൂടെ ശ്രവിച്ചവർ മാനസാന്തരപ്പെട്ടു. ചാക്കൊടുത്ത് ചാരം പൂശി പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ദൈവത്തിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം നാം ശ്രവിക്കേണ്ടിയിരിക്കുന്നു. ആഹാബ് രാജാവും വലിയൊരു തെറ്റ് ചെയ്യുകയാണ്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈക്കലാക്കുവാൻ വേണ്ടി അന്യായമായിട്ട് നാബോത്തിനെ കൊല്ലുകയാണ്. നാബോത്തിന്റെ രക്തം വീണ ആ സ്ഥലത്തിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കുമെന്നുള്ള ദൈവത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ ഏലിയാ പ്രവാചകന്റെ മുന്നറിയിപ്പ് ഗൗരവമായെടുത്ത ആഹാബ് രാജാവ് ദൈവത്തിന്റെ സ്വരം ശ്രവിച്ച് മാനസാന്തരപ്പെട്ടു. നമുക്കും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാം. ശ്രദ്ധാപൂർവം ശ്രവിക്കണമെന്നാണ് പുറപ്പാട് പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രദ്ധയോടുകൂടി ശ്രവിക്കാം. രണ്ടാമതായിട്ട് ഈ വാക്യം പറയുന്നതാണ്: ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കണം. നമ്മെല്ലാം ദൈവത്തിൻ്റെ കൺമുന്നിലാണ്. ദൈവത്തിന് ആർക്കും ഓടി ഒളിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കൺമുന്നിലായ നാം നമ്മെ മലിനപ്പെടുത്തുന്ന, കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. നമ്മെ പാപികളാക്കുന്ന, നമ്മെ അവിശുദ്ധരാക്കി മാറ്റുന്ന, നമ്മെ ഇല്ലാതാക്കുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും അകന്നിരിക്കണം. ഇപ്പൊ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നല്ലത് മാത്രം പ്രവർത്തിക്കണമെന്നാണ് പുറപ്പാട് പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുക. മൂന്നാമതായിട്ട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്ന സത്യം ഇതാണ്: എൻ്റെ കൽപ്പനകൾ പാലിക്കുക. നീ 3 കാര്യങ്ങൾ ചെയ്താൽ ഈജിപ്തിൽ ഞാൻ വരുത്തിയ മഹാമാരി നിന്റെ പേരിൽ നിബദിക്കയില്ല എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. ഈ മഹാമാരി നമ്മൾ അകന്നു പോകുവാൻ നാം ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കേണ്ടിയിരിക്കുന്നു. ഈ മഹാമാരി നമ്മൾ ഇല്ലാതാകുവാൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ
നന്മ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ച കായേനെ ദൈവം തിരുത്തുകയാണ്. നമ്മളും നല്ലത് പ്രവർത്തിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കും. കായേൻ തിന്മ ചെയ്തു, ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നല്ലത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ കായേൻ ശപിക്കപ്പെട്ടവനായി മാറുകയാണ്. മഹാമാരി നമ്മൾ അകന്നു പോകുവാൻ നാം ദൈവത്തെ ശ്രദ്ധാപൂർവം ശ്രവിക്കാം. അവിടുത്തെ ദൃഷ്ടിയിൽ നല്ലത് മാത്രം ചെയ്യാം, നന്മയോടെ വ്യാപരിക്കാം. അവിടുത്തെ കൽപ്പനകൾ നാം പാലിക്കാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് ജീവദായകമാണ്. ആത്മാവിനെയും ഹൃദയത്തെയും ദൈവത്തിങ്കലേക്ക് ഉയർത്തുന്നതാണ്. സങ്കീർത്തകൻ പറയുന്നു, കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്ന വാഗ്ദാനം ചെയ്യുന്നു. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്നും പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സങ്കീർത്തകന്റെ മനോഭാവം നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മേൽ ഈ മഹാമാരി നിബന്ധിക്കാതിരിക്കുവാൻ, ദൈവത്തിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. സങ്കീർത്തകൻ ദൈവത്തിന് നിയമത്തിൽ ആനന്ദം കണ്ടെത്തുന്നു. ഇപ്രകാരം പറയുകയാണ്, ഈ ദാസന് അങ്ങ് നൽകിയ വാഗ്ദാനം അനുസരിച്ച് അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം. ഈ കോവിഡ് മഹാമാരിയാൽ കഷ്ടപ്പെടുന്ന എല്ലാവരും ദൈവത്തെ നോക്കി പ്രകാരം പ്രാർത്ഥിക്കട്ടെ. ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, ഞാൻ ജീവിക്കേണ്ടതിന് അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. നാം ഓരോരുത്തരും മൗനമായി പ്രാർത്ഥിക്കാം. ഞാൻ ജീവിക്കേണ്ടതിന് ദൈവമേ, അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ സ്വർണത്തെയും തങ്കത്തെയും കാൾ അധികം സ്നേഹിക്കുന്നു. ആകയാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് എൻ്റെ പാദങ്ങളെ നയിക്കുന്നത്. കപടമാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്നവൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നന്മയോടെ വ്യാപരിക്കുമെന്നാണല്ലോ ഈ വാക്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കപടമാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു, കാരണം കർത്താവിൻ്റെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. വീണ്ടും സങ്കീർത്തകൻ പറയുന്നു, അങ്ങയുടെ കൽപ്പനകൾ വിസ്മയകമാണ്, ഞാനവ പാലിക്കുന്നു. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുകയാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം പറയുന്നത് പോലെ നമ്മുടെ മേൽ മഹാമാരി നിബന്ധിക്കാതിരിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നന്മയോടെ വ്യാപരിക്കുകയും ദൈവത്തിൻ്റെ വചനം ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യുമ്പോൾ, ഈജിപ്തിൽ ഞാൻ വരുത്തിയ മഹാമാരികൾ നിന്റെ മേൽ നിബന്ധിക്കയില്ല എന്നാണ് പറയുക. ഈ വലിയ വിപത്തിൽ നിന്നും
രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി നാം ദൈവത്തെ ശ്രദ്ധാപൂർവം കേൾക്കാം, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നന്മയോടെ വ്യവഹരിക്കാം, അവിടുത്തെ കൽപ്പനകൾ പാലിക്കാം. എങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഈ ലോകം രോഗമുക്തമാകും. ഈ മഹാമാരിയിൽ നിന്നും ദൈവം നമുക്ക് രക്ഷ നൽകും. ദൈവത്തെ ആരാധിക്കുന്ന ധന്യമായ നിമിഷത്തിൽ ഈ 3 കാര്യങ്ങളും ചെയ്യുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ പൂർണ്ണമായി അറിയുന്ന ദൈവം, മുഴുവനായും അറിയുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അവിടുത്തെ നാം ഇപ്പോൾ സ്തുതിക്കുകയും ചെയ്യാം. സങ്കീർത്തകനോടൊപ്പം നാം ഇപ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കാം. ഈ ആരാധന നിമിഷത്തിൽ ഈ ഗാനത്തോടുകൂടി ദൈവത്തിൻ്റെ ആശീർവാദത്തിലേക്ക് നാം പ്രവേശിക്കും. അതിനു മുൻപായിട്ട് സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തെ നാം സ്തുതിക്കാം. കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകിയ ദൈവം, അന്ധർക്ക് സൗഖ്യം നൽകിയ ദൈവം, മുടന്തരെയും ചെകിടർക്കും സൗഖ്യം നൽകിയ ദൈവം, ആ ദൈവം ഈ മഹാമാരിയിൽ നിന്നും നമ്മെ സംരക്ഷിക്കും. നമ്മെ സംരക്ഷിക്കുന്ന വിശ്വാസത്തോടു കൂടി ആ ദൈവത്തെ ഗാനരൂപത്തിൽ നാം ഇപ്പോൾ പാടി സ്തുതിക്കാം. വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നു.
സ്നേഹത്തിനവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. ഒരിക്കൽ കൂടെ ഈ ലോകത്തെ മുഴുവനെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ അതിരൂപതയിൽ ഈ മഹാദുരിതത്താൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഈ വലിയ ദുരിതത്തിൽ നിന്നും ഈശോയെ, ഞങ്ങൾ അതിരൂപതയെയും ഈ ലോകം മുഴുവനെയും കാത്തുകൊള്ളണമേ എന്ന് കണ്ണുനീരോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവം ശ്രവിക്കും. നുറുങ്ങിയ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന ദൈവം പ്രത്യേകം ശ്രവിക്കും. നുറുങ്ങിയ ഹൃദയത്തോടുകൂടി കണ്ണുനീരോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മേൽ, ഈ ലോകത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. രോഗസൗഖ്യം നൽകണമേ. ഈ മഹാമാരിയിൽ നിന്നും ഈ ലോകം മുഴുവനെയും അങ്ങ് കാത്തുകൊള്ളണമേ, രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കൂടെയുള്ളപ്പോൾ ഞങ്ങൾ ഒന്നിനെ കണ്ടും ഭയപ്പെടേണ്ടതില്ല. അങ്ങ് തന്നെയാണല്ലോ ഞങ്ങളെ ഇടയൻ. അങ്ങാണല്ലോ ഞങ്ങളെ നയിക്കുന്നത്. ഞങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോയെ, അങ്ങ് എത്രയോ പ്രാവശ്യം മനസ്സലിഞ്ഞ് നീ സുഖം പ്രാപിക്കുന്നുണ്ടോ എന്ന് എത്രയോ പേരോട് അങ്ങ് ചോദിച്ചു. ഈശോയെ, ഈ സാഹചര്യത്തിലും അങ്ങ് മനസ്സലിഞ്ഞ് ഞങ്ങളോടും ചോദിക്കണമേ. സുഖപ്പെടുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്, ഈ വലിയ ദുരിതത്തിൽ രക്ഷപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നു എന്ന്, എല്ലാവിധ രോഗങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, നാരകീയ ശക്തികളിൽ നിന്ന്, ദുരാത്മാക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് ദൈവമേ, ഞങ്ങളുടെ ജനങ്ങളെ, ഈ ലോകത്തെ, ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ സംസ്ഥാനത്തെ, ഞങ്ങളുടെ ജില്ലയെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന അങ്ങ് ശ്രവിക്കണമേ. ഈശോയെ, ഈ തിരുമണിക്കൂർ ആരാധന അങ്ങയുടെ കരുണയുടെ വർഷം അതിരൂപത മുഴുവനിലും ചൊരിയട്ടെ. ദൈവമേ, വലിയ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവത്തിൻ്റെ ആശീർവാദത്തിനായി നാം ഒരുങ്ങാം. സാഷ്ടാംഗം ഏറ്റം മഹത്താമി കൂരാശേ നവ്യ നിയമത്തി കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി
ഇന്ദ്രിയങ്ങൾക്ക് പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസദിവ്യദീപ്തി. ദൈവപിതാവേ, അന്നേകജാതനം സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും ഔവീതം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയും ആനന്ദം വാഴുക ത്രിത്വൈക ദൈവം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയമായ ഈ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അവിടുത്തെ തിരുശരീരത്തിൻ്റെ തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്ന് വണങ്ങുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.